ഇന്ന് ഹൈ വോളിയത്തിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിരിക്കുന്ന സ്റ്റോക്സാണ് ആപ്ടെക് ലിമിറ്റഡ്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല വോളിയത്തിൽ തന്നെയാണ് ഇതിന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ലെവൽസിന് മുകളിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്സിൽ നല്ലൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റോക്സ് ഹൈ വോളിയത്തിൽ ബ്രേക്ക് ഔട്ട് നടത്തിയിരിക്കുന്നത് TRF ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു റെസിസ്റ്റൻസിന് താഴെയാണ് ഇന്ന് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉള്ള സ്റ്റോക്സ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും വാച്ച് ചെയ്ത് നോക്കാം. ഹൈ വോളിയം ബ്രേക്കൗട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു സ്റ്റോക്സ് ആണ് ചോയ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നല്ല വോളിയത്തിൽ തന്നെയാണ് ഇവിടെ പ്രീവിയസ് വന്നിരിക്കുന്ന ആ ഒരു ഹൈ ബ്രേക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്സും ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അടുത്ത ദിവസങ്ങളിൽ ഹൈ വോളിയം ബ്രേക്കൗട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു സ്റ്റോക്സ് ആണ് ലേറ്റൻറ്റ് വ്യൂ. നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രീവിയസ് വന്നിട്ടുള്ള റെസിസ്റ്റൻസ് നല്ല വോളിയത്തിൽ തന്നെയാണ് ഇന്ന് ബ്രേക്കൗട്ട് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും അടുത്ത ദിവസങ്ങളിൽ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകളാണ് ഇന്ന് ഹൈ വോളിയത്തിൽ ബ്രേക്കൗട്ട് നടന്നിരിക്കുന്നത്.